അതേ മോനെ, എന്താ ചെയ്യാ? അമ്മച്ചി, ഇവനെ കടയെ പറഞ്ഞു വിട്ടിട്ട് എത്ര നേരമായെന്നറിയോ? അമ്മച്ചി, വയലൊന്ന് വഴിക്ക് പുതിയൊരു ന്യൂസ് കിട്ടി. അന്തപ്പം പുറത്തേക്ക് പോയാ എന്തെങ്കിലും ന്യൂസുമായിട്ടല്ലേ വരൂ. അയ്യോ, ഇത് അങ്ങനത്തെ ന്യൂസല്ലേ, ഇടിവെട്ട് ന്യൂസാ. ഇടിവെട്ട് ന്യൂസോ? ആ, ഒന്നുമേ റപ്പായി ഈ മണിമണി ചെക്കനെ കാണാൻ വരുന്നു. കുന്നുമ്മൽ റപ്പായിയോ? അത് ഏത് റപ്പായി? അയ്യോ, ഒന്നുമേ റപ്പായെന്ന് കുഞ്ഞു കേട്ടിട്ടില്ലേ? വലിയ പണക്കാരന്, പുതു പണക്കാരൻ. ഒന്നുമേ റപ്പായെന്ന് പറഞ്ഞാൽ വാഴക്കുളത്തറിയാത്തവരാരുമില്ല. ഒന്നുമൽ വൈൻസ്, ഒന്നുമൽ ഓയിൽസ്, ഒന്നുമൽ കൂറീസ്, റബ്ബർ, അങ്ങനെ 100 കൂട്ടം ബിസിനസ്സുകളാ. മാത്രല്ല ആളൊരു ചെറിയ ഗുണ്ടയും കൂടിയാന്നാ കേട്ടത്. ഗുണ്ടയും ബോണ്ടയും ഒന്നും ഇങ്ങോട്ട് വരണ്ട. അയ്യോ അമ്മച്ചി, അയാൾ വരുന്നൊരു ഗുണമുള്ള കാര്യം കൊണ്ട് അയാളുടെ മകളെ നമ്മുടെ ഫെർണാണ്ടസ് കുഞ്ഞു കൊണ്ട് കെട്ടിക്കാന് റബ്ബറി. മുതലാളിയാ റബ്ബർ കൂടിണ്ട. കർത്താവ് വന്നാട്ടെ വന്നാട്ടെ. വരി വരി അമ്മച്ചി, ആര് വന്നിട്ട് നോക്കി. നമസ്കാരം. നമസ്കാരം. മണിമല കുടുംബം പ്രശസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. സെന്റ് തോമസ് പുണ്യാളൻ നേരിട്ട് വന്ന് ഞാൻ സ്ഥാനപ്പെടുത്തിയ കുടുംബം. ഞങ്ങളുടെ പൂർവികരെയും അദ്ദേഹം തന്നെയാണ് ഞാൻ സ്ഥാനപ്പെടുത്തിയത്. കേട്ട് കാണും. കുന്നുമ്മൽ വലിയ റപ്പായി, റപ്പായി എന്ന് പറയും. റോയൽ ഫാമിലി ആയതുകൊണ്ട് അറിയാതിരിക്കാൻ തരവില്ല. അങ്ങനെ ഒരു റോയൽ ഫാമിലിയെ പുണ്യാളൻ ഞാൻ സ്ഥാനപ്പെടുത്തിയതായി ഞാൻ കേട്ടിട്ടില്ലല്ലോ റപ്പായി മുതലാളി. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും സഭാചരിത്രം കുറച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. സഭാചരിത്രം കാണാപ്പാടം പഠിച്ചോണ്ടൊന്നും കാര്യമില്ല. പുണ്യാളൻ കേരളത്തിൽ വന്ന് ആദ്യമായി ജ്ഞാനസ്ഥാനപ്പെടുത്തിയത് ഞങ്ങളെയാണ്. അത് അനൗദ്യോഗിക മാമോദിസ, അതായത് ബാപ്റ്റിസം. പിന്നീടുള്ളതിനെ രേഖകളുള്ളൂ. അല്ലെങ്കിലും കുലമഹിമയ്ക്ക് രേഖകൾ എന്തിനാണ് ഔസപ്പച്ച? ആളെ കണ്ടാൽ എന്താ തളക്കരുതോ അല്ലേടോ? അല്ല, റപ്പായി മുതലാളി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതോ, ഇരുന്നാട്ടെ. ഇരിക്കാം. നല്ല കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുന്നത് ഇരു കുടുംബങ്ങൾക്കും ഉത്തമം എന്നാണ് മുണ്ടാക്കൻ ഉപദേശി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുണ്ടാക്കൻ ഉപദേശി വേദപുസ്തകം? അങ്ങനെ ഒരു വേദപുസ്തകം ഇല്ലല്ലോ. പെൺ ശബ്ദം അപശബ്ദമെന്നും മുണ്ടാക്കൻ ഉപദേശി 3-ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെങ്ങൾ അടുക്കളയിൽ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. അതുവരെ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അല്ലാതെ എന്ത് പറയാനാ? വർഷങ്ങളായി കൊതിച്ച് അവസരപ്പെട്ട് അതിന് കുഞ്ഞ് ജനിക്കാൻ പോവാ. അതുകൊണ്ട് എപ്പോഴും ആരീസ് കുഞ്ഞ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എല്ലായിടത്തും കയറി മിങ്കിൾ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കാം. വാരീസ് മാറാൻ അവരെല്ലായിടത്തും കയറി മിങ്കിൾ ചെയ്താൽ അബോർഷനായി പോവാ സോപ്പിച്ച. അതുകൊണ്ട് സോഫ്റ്റ് മിങ്കിളിംഗ് ആണ് ഉത്തമം. ഫെർണാണ്ടസ് എവിടെ? അവൻ വടക്കേ പുറത്ത് എക്സർസൈസ് എടുക്കുക. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പുറത്ത് എക്സർസൈസ് എടുത്താലേ അവനെ വേഗം തെക്കോട്ട് എടുക്കും. ഒന്നിങ്ങോട്ട് വരാൻ പറയുന്നേ. പയ്യനെ റപ്പായി മുതലാളി ഒന്ന് കാണട്ടെ. ആരാ ഫെർണാണ്ടസിനെ ഒന്നുകൊണ്ട് വിളിച്ചേ? വേഗം വരാൻ പറ. കുന്നുമേൽ ഗ്രൂപ്പുമായി അനിയനൊരു വിവാഹബന്ധം ഉണ്ടാകുന്നതിൽ പേരെന്താ പറഞ്ഞേ? ഔസേപ്പച്ചന് വെറുപ്പ് വല്ലതും ഉണ്ടോ? ഓ, അപ്പോ കല്യാണാലോചനയായിട്ട് വന്നതാണല്ലേ? എവിടെയോ കണ്ട പോലെ. ഞാനാണ് റപ്പായി മുതലാളി. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന. അടങ്ങിയില്ല പക്ഷേ നീ ആ കാളകുത്തി ചത്തുപോയ കറവക്കാരൻ പാപ്പിയുടെ മകൻ റപ്പായി അല്ലേ? കള്ള കഴിവേറി പാല് കട്ടുകുടിക്കണോ? ഇറങ്ങാ പുറത്ത്. നിന്റെ കറവയൊന്നും ഇനി ഇവിടെ വേണ്ട. ഞാനിത്തിരി പാല് കുടിച്ചെന്നുള്ള സത്യമാണ്. അതിന് അമ്മച്ചി ഇങ്ങനെ ആട്ടണ്ട. എനിക്കിത് പണ്ടേ ഉള്ള ശീലമാണ്. കറക്കുന്നത് കാൽപങ്ക് കറവക്കാരൻ കുടിച്ചിട്ട് വീട്ടുകാർക്ക് കൊടുക്കാവുന്നതാണ് കറവ അസോസിയേഷന്റെ നിയമം. ആരുണ്ടാക്കിയതാണ് നിയമം? അത് കറവക്കാരെ യഹോവ സൃഷ്ടിച്ചപ്പോ കർത്താവ് ഉണ്ടാക്കിയ പുതിയ നിയമമാണ്. ഇറങ്ങണ പുറത്ത്. നിന്റെ ഒരു പുതിയ നിയമവും പഴയ നിയമവും. അമ്മച്ചി, ഈ നാട്ടിലെ പശുക്കൾക്ക് വിശാലമായ അകടുണ്ടെങ്കിൽ, കറക്കാനുള്ള കരുത്തി റപ്പായുടെ വിരലുകൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ റപ്പായി ഈ നാട്ടിൽ സുഖമായി ജീവിക്കും. മിൽക്ക് ഈസ് നോട്ട് ലൈഫ് ആൻഡ് ലൈഫ് ഈസ് നോട്ട് മിൽക്ക്. ഞാൻ പോവാണ്. ഇതാ പാത്രം അമ്മച്ചി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ആരെയും കിട്ടാതാവുമ്പോ കറക്കാൻ വിളിച്ച റപ്പായി വരില്ല. എല്ലാ പശുക്കളും എല്ലാ കറവക്കാരുടെ മുമ്പിൽ ചൊരത്താൻ നിന്നു കൊടുക്കല നമുക്ക് മനസ്സിലായിക്കോ. ഗുഡ് ബൈ. ഞാൻ പോവാണെന്ന്. തെമ്മാടി, ഇവിടെ ചാണകമാരി നടന്നവൻ
മണിമല വീട്ടിൽ കയറി വന്ന് സംബന്ധം ആലോചിക്കുന്നോ? ഇറങ്ങാ പുറത്ത്. അമ്മച്ചി ചാണോ മൂത്രമൊക്കെ വാരിയത് പണ്ട്, ഇപ്പൊ പണം വരുന്ന റപ്പായാണ് അറിയാവോ? പണ്ട് പശുപാല് കട്ടുകുടിച്ചതിന് ഇയാളെ അമ്മച്ചി ഇവിടെ ഇറക്കി വിട്ടതല്ലേ? ആ. അതല്ലേ വന്ന് കയറിയപ്പോ മുതൽ ചാണകത്തിന്റെ ഒരു നാറ്റം. ചാണകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഈ പത്രാസിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ ചാണകം വാരൽ. എന്താ ചെയ്യേണ്ടെന്നറിയോ? നിങ്ങൾ തള്ളയും മക്കളെയും ഗോമൂത്രത്തിൽ മുക്കി സ്ഫുടം ചെയ്ത് ചാണകം വെള്ളം തളിക്കണം, എന്നാലേ മനോഗുണം വരൂ. ഗുണം വരുത്തുന്നൊക്കെ കൊള്ളാം. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ ദോഷം വരും. എടാ കൊച്ചനെ, നിന്റെ ഒരു ഗുസ്തിയോ കരാട്ടയോ എന്റെ മോള് ടെലിവിഷനിൽ കണ്ടു. ഗുസ്തിയല്ല, കരാട്ടെ. എന്ത് തേങ്ങാക്കൊല ആവട്ടെ, അത് കണ്ടപ്പോ മുതൽ അവക്ക് നിന്നെ മാരി ചെയ്യണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ. സൽമാൻ ഖാൻ മുതൽ സദ്ദാം ഹുസൈനെ വരെ കിലോ കണക്കിന് വില പറഞ്ഞ് തൂക്കി മേടിക്കാനുള്ള പണം ഈ റപ്പായുടെ ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ സദ്ദാമിനെ കൊണ്ട് കെട്ടിക്കണ്ട. തവള പുറത്ത് ലോറി കയറിയ പോലെ ഇന്നലെ. അത് അവള് സഹിച്ചോളൂ. കരാട്ടക്കാരുടെ ഫാമിലി ലൈഫ് ഫെയില്യൂർ ആണെന്ന് അറിയാമെങ്കിലും താൻ എന്റെ മകളുടെ മനസ്സിന്റെ തൊഴുത്തി കയറി പറ്റിയതുകൊണ്ടാണ് തന്തയായ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഇവനിപ്പോ വിവാഹം വേണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താ അച്ചമ്പട്ടത്തിന് പോകാൻ ഉദ്ദേശമുണ്ടോ? തൽക്കാലം എന്തായാലും ഇല്ല. പിന്നെന്താ വാസക്തം ചെയ്തിട്ടുണ്ടോ? ഇറങ്ങണ പുറത്ത്. കൈപ്പൊക്കരുത്, ചത്തുപോകും. റപ്പായി പൊക്കോ. നീ നിന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ സ്ഥലത്ത് ഇത് കല്യാണം ആലോചിക്കേ. ഇനി എന്തായാലും യവനേക്കാൾ അന്തസ്സുള്ളവനെ കൊണ്ടേ ഞാൻ എന്റെ മോളെ കല്യാണം കഴിപ്പിക്കൂ. റപ്പായുടെ പണമുണ്ട്, പൊന്നുണ്ട്. പണത്തിന് പരുന്തും പറക്കില്ല, അറിയാമല്ലോ.